ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബ്ലൂ എക്കോണമിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നാവികസേനയുടെ പങ്ക് നിർണായകമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സഞ്ചാർ സാഥി ആപ്പ് മൊബൈൽ ഫോണുകളിൽ മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,00,000 പിന്നിട്ടു. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സുസ്ഥിര വികസനത്തിന് ഉത്തേജനം നൽകുന്ന ബ്ലൂ എക്കോണമിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ നാവികസേന നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ശംഖുമുഖത്ത് നടന്ന നാവികസേനാ ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. കടൽ വഴികൾ സുരക്ഷിതമാക്കിയും സമുദ്ര വിഭവങ്ങൾ സംരക്ഷിച്ചും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ തടഞ്ഞും നാവികസേന രാജ്യത്തിന് കരുത്തേകുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. വിമാനത്താവളത്തിൽ നിന്നും വേദിയിലെത്തിയ രാഷ്ട്രപതിക്ക് MH-60R ഹെലികോപ്റ്ററുകൾ സല്യൂട്ട് നൽകി. യുദ്ധക്കപ്പലുകളായ INS ഇംഫാലും INS ഉദയഗിരിയും INS കമാലും INS കൊൽക്കത്തയും ചേർന്ന് രാഷ്ട്രപതി അഭിവാദ്യം ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, സഞ്ജയ് സേഠ്, ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ന് നാവികസേനാ ദിനം. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ നാവികസേനയുടെ പോരാട്ട വീര്യവും കരുത്തും പ്രകടമാക്കിയ ഓപ്പറേഷൻ ട്രൈഡന്റിന്റെ ഓർമ്മയ്ക്കായാണ് ഡിസംബർ 4 നാവികസേനാ ദിനമായി ആഘോഷിക്കുന്നത്. കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത നാവിക അഭ്യാസ പ്രകടനങ്ങളായിരുന്നു നാവിക ദിനത്തിന്റെ തലേനാളായ ഇന്നലെ തിരുവനന്തപുരം ശംഖുമുഖത്ത് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. INS വിക്രാന്ത് അടക്കം 20-ലേറെ നാവിക കപ്പലുകളും അന്തർവാഹിനികളും നാവിക വിമാനങ്ങളും അഭ്യാസ പ്രകടനങ്ങളിൽ പങ്കെടുത്തു. പ്രതിരോധവും ആക്രമണവും രക്ഷാപ്രവർത്തനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നാവിക പ്രകടനങ്ങളുടെ നീണ്ട നിരയായിരുന്നു ശംഖുമുഖത്ത് അരങ്ങേറിയത്. നാവിക ബാൻഡിന്റെ ബീറ്റിംഗ് റിട്രീറ്റും കമ്മ്യൂണിറ്റി ഡ്രില്ലുമായി നാവിക പ്രകടനങ്ങൾ അവസാനിച്ചു. അതോടെ തീരത്ത് ചേർന്ന് കിടന്നിരുന്ന നാവിക കപ്പലുകളിൽ അലങ്കാര വിളക്കുകളും തെളിഞ്ഞു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. 1944 സെൻട്രൽ എക്സൈസ് നിയമം ഭേദഗതി ചെയ്യുന്ന ബിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ്. പുകയില ഉപഭോഗം കുറയ്ക്കാൻ ഇത് വഴിയൊരുക്കുമെന്നും പൌരന്മാരുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിയാണ് ബിൽ കൊണ്ടുവരുന്നതെന്നും ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. എന്നാൽ വില വർധന ഉപഭോഗം കുറയ്ക്കാൻ സഹായിക്കില്ലെന്നും ആളുകൾ മറ്റ് ബദലുകൾ കണ്ടെത്താനിടയുണ്ടെന്നും കോൺഗ്രസ് MP കാർത്തി P. ചിദംബരം അഭിപ്രായപ്പെട്ടു. എല്ലാ പാൻ മസാല പാക്കുകളിലും ചില്ലറ വിൽപ്പന വില ലേബലിൽ പ്രദർശിപ്പിക്കണമെന്ന് കേന്ദ്ര സർക്കാർ. 2025 ലീഗൽ മെട്രോളജി 2ാം ഭേദഗതി നിയമങ്ങൾ പ്രകാരമാണ് ഈ ഭേദഗതികൾ വരുത്തിയതെന്ന് ഉപഭോക്തൃകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഭേദഗതി ചെയ്ത നിയമങ്ങൾ അടുത്ത വർഷം ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സഞ്ചാർ സാഥി ആപ്പ് ഫോൺ വിവരങ്ങൾ ചോർത്താൻ ഇടയാക്കുമെന്ന പ്രതിപക്ഷ ആരോപണം തള്ളി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ഉപയോക്താക്കൾക്ക് സ്വന്തം താൽപര്യപ്രകാരം ആപ്പ് ഉപയോഗിക്കാനും ഫോണിൽ നിന്നും നീക്കം ചെയ്യാനും സാധിക്കുമെന്ന് മന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ ഫോണുകളിൽ സഞ്ചാർ സാഥി ആപ്പ് മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. വ്യാപാരം, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും ഒപ്പുവയ്ക്കുക. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻഡ്രി ബെലോസോവും ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷൻ ഓൺ മിലിറ്ററി ആൻഡ് ടെക്നിക്കൽ കോപ്പറേഷൻ മന്ത്രിതല യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കും. പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ശ്രീലങ്കയിലേക്ക് ഒരു ബെയിലി പാലവും 500 ജലശുദ്ധീകരണ കിറ്റുകളും എത്തിച്ച് ഇന്ത്യൻ വ്യോമസേന വിമാനം. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലെ റോഡ് ബന്ധം പുനഃസ്ഥാപിക്കാൻ പാലം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നലെ ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽ മുസൈദിയുമായി ചർച്ച നടത്തി. ഇന്ത്യൻ ഒമാൻ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതം. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. 76,644 സ്ഥാനാർത്ഥികളാണ് ഇക്കുറി ജനവിധി തേടുന്നത്. ഈ മാസം 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-ന് നടക്കും. 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഇതിനായി സംസ്ഥാനത്തുടനീളം സജ്ജീകരിച്ചിട്ടുള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,14,591 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 91.61% അദ്ദേഹം അറിയിച്ചു. SIR ഡിജിറ്റൈസേഷൻ നടപടികൾ സുഗമമാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ ക്യാമ്പുകൾ ആരംഭിച്ചു. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിലാണ് ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് ശേഖരിച്ച എന്യൂമറേഷൻ ഫോമുകളുടെ ഡിജിറ്റൈസേഷൻ നടപടികൾ ക്യാമ്പുകളിലെത്തി പൂർത്തിയാക്കാനാവും. BLOമാരെ സഹായിക്കുന്നതിനായി ബൂത്ത് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെയും നിയമിച്ചിട്ടുണ്ട്. BLOമാർക്ക് എന്യൂമറേഷൻ ഫോം ശേഖരിക്കൽ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമെങ്കിൽ വാഹന സൗകര്യവും ക്യാമ്പിൽ ലഭ്യമാക്കും. SIR മാപ്പിംഗ്, ഡിജിറ്റൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിന് കളക്ടറേറ്റിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ കോൾ സെന്ററും പ്രവർത്തിക്കും. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 359 റൺ വിജയലക്ഷ്യം 4 പന്ത് ബാക്കി നിൽക്കെ ദക്ഷിണാഫ്രിക്ക മറികടന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺ നേടി. മറുപടി ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്ക ഓപ്പണർ എയ്ഡൻ മാഗ്രമിന്റെ സെഞ്ചുറി മികവിൽ ജയം സ്വന്തമാക്കുകയായിരുന്നു. പരമ്പരയിൽ ഇരു ടീമുകളും 1-1 എന്ന നിലയിലാണ്. പരമ്പരയിലെ അവസാന മത്സരം മറ്റന്നാൾ വിശാഖപട്ടണത്ത് നടക്കും. കേരളത്തിന് പുറമെ ആന്ധ്രാപ്രദേശ്, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പരിഗണിച്ച് കേരളത്തിൽ തൃശൂർ, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തൃക്കാർത്തികയോടനുബന്ധിച്ച് ഇന്ന് ശബരിമല സന്നിധാനത്ത് കാർത്തിക ദീപം തെളിക്കും. വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് തന്ത്രി തിടപ്പള്ളിയിൽ കാർത്തിക ദീപം തെളിയിച്ച ശേഷം കൽ വിളക്കുകളിലേക്ക് ദീപം പകരും. ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 12 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. 2 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന പ്രത്യേക ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലിനിടെയായിരുന്നു ഏറ്റുമുട്ടൽ. പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിദത്ത കൃഷിരീതികൾ വിള വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഇന്ത്യയിലുടനീളമുള്ള ജനങ്ങളോട് പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കാനും വികസിപ്പിക്കാനും അദ്ദേഹം ആഹ്വാനം നൽകി. 2026 ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെമോക്രസി ആൻഡ് ഇലക്ടറൽ അസിസ്റ്റൻസിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഏറ്റെടുത്തു. സംഘടനയുടെ 14 സ്ഥാപകാംഗ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ചടങ്ങിൽ സ്വീഡനിലെ ഇന്ത്യൻ അംബാസഡർ അനുരാഗ് ഭൂഷൺ പങ്കെടുത്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സുപ്രധാന ഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ 40 അംഗ യൂറോപ്യൻ യൂണിയൻ സംഘം ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ചർച്ചകളുടെ 2ാം ഘട്ടമാണ് നടക്കുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർവ് ഡെൽഫിൻ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ എക്കോണമിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ നാവികസേനയുടെ പങ്ക് നിർണായകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സഞ്ചാർ സാഥി ആപ്പ് മൊബൈൽ ഫോണുകളിൽ മുൻകൂറായി ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നിർബന്ധമില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,55,00,000 പിന്നിട്ടു. റായ്പൂർ ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.